ഡോക്ടർ, ഇപ്പോൾ എന്തുകൊണ്ടാണ് നട്ടെല്ലിന് ക്രമാതീതമായ ഒരു വളവ് ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം? പ്രധാനമായും 80% രോഗികൾ അഡോൾസൻ ഇഡിയോപതി സ്കോളിയോസ് എന്ന വിഭാഗത്തിലാണ് വരുന്നത്. അതായത് പ്രത്യേകിച്ച് അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഒരുപാട് തിയറീസ് ഒക്കെ ഉണ്ട് അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. പക്ഷേ സാങ്കേതികമായിട്ട് നമുക്ക് ഇത് ഇന്നൊരു കാരണം കൊണ്ട് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ റീസൺ വരുന്നത് ഡീജനറേഷൻ. അതായത് പ്രായമായ രോഗികളിൽ തേയ്മാനം കൊണ്ടോ അല്ലെങ്കിൽ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസ് അങ്ങനെയുള്ള അസുഖങ്ങളോട് ചേർന്നിട്ട് ഇതുപോലെ വളവുകൾ വരാം. പിന്നെ മറ്റൊരു കണ്ടീഷൻ വരുന്നത് കൺജനിറ്റലി മാൽഫോമേറ്റീവ്, അതായത് ജന്മനാ തന്നെ ഒരു കശേരുവിൽ ഉണ്ടാകുന്ന രൂപവ്യത്യാസം. അത് ചിലപ്പോൾ ഒരു പെർഫെക്റ്റ് റെക്ടാംഗിളിന് പകരം ഒരു ട്രയാങ്കിൾ ആവും. അങ്ങനെയാണെങ്കിൽ ഒരു സ്പൈൻ പൂർണ്ണമായ ഒരു സൈഡിലോട്ട് ചെരിയാം. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഫോം ചെയ്യാത്ത വെർട്ടിബ്രസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിനെ കൺജനിറ്റൽ വെറൈറ്റി എന്ന് പറയും. ഇതൊന്നും കൂടാതെ തലച്ചോറിനെയോ ഞരമ്പിനെയൊക്കെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങളുണ്ട്. സെറിബ്രൽ പാൽസിയോ അല്ലെങ്കിൽ സ്പൈന ബൈഫിഡ, ആർണോൾഡ് ചിയാരി മാൽഫോർമേഷൻ, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒന്നിലധികം കുറച്ചധികം കൂടെ അസുഖങ്ങളുണ്ട്. ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ അതിനോടനുബന്ധമായിട്ടും നട്ടെല്ലിലെ അബ്നോർമൽ വളവുകൾ കാണാറുണ്ട്.